ആവറേജിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ആവറേജിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3 ടൈപ്പ് ചോദ്യങ്ങളും ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ ടൈപ്പ് ചോദ്യം മുതലാണ് പഠിക്കുന്നത്. നല്ല ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് സാവകാശം വൃത്തിയായിട്ട് പഠിച്ചു പോകാം. മക്കളെ, ടൈപ്പ് 4 ആദ്യത്തെ ചോദ്യം ഇതാണ്. 7 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? അല്ലെ, 7 സംഖ്യകളുടെ ശരാശരി 23 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ പുതിയ ശരാശരി കാണണം. എന്താ ഇതിന്റെ അർത്ഥം? മക്കളെ, 7 സംഖ്യകളുണ്ട് അല്ലെ, 7 സംഖ്യകളുണ്ട്. ഈ 7 സംഖ്യകളുടെയും കൂടെ ശരാശരി തന്നിട്ടുണ്ട്. ഈ 7 സംഖ്യകളുടെയും കൂടെ ശരാശരി തന്നിട്ടുണ്ട്. 23 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഏതോ 7 സംഖ്യകൾ, ഈ 7 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 23 ആണ്. എന്നിട്ട് അവർ പറയുവാണ്, ഈ 7 സംഖ്യകളിൽ ഓരോന്നിന്റെയും കൂടെ 4 കൂട്ടി. 7 സംഖ്യകളിൽ ഓരോന്നിന്റെയും കൂടെ 4 കൂട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാകും, 7 സംഖ്യകളിൽ ഓരോന്നിന്റെയും കൂടെ 4 കൂട്ടിയാൽ പുതിയ 7 സംഖ്യകൾ രൂപപ്പെടും. അല്ലെ, 7 സംഖ്യകളിൽ ഓരോന്നിന്റെയും കൂടെ 4 കൂട്ടിയാൽ പുതിയ 7 സംഖ്യകൾ രൂപപ്പെടും. ആ പുതിയ 7 സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. അതായത് 7 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിൽ ഓരോന്നിനോടും 4 കൂട്ടിയാൽ പുതിയ സംഖ്യകളുടെ ശരാശരി എത്ര? ഇതിന്റെ ഷോർട്ട് മെത്തേഡ് ഇത്രേ ഉള്ളൂ മക്കളെ. 7 സംഖ്യകൾക്കും വരുത്തുന്ന മാറ്റം തുല്യമല്ലേ? 7 സംഖ്യകളിൽ ഓരോന്നിന്റെയും കൂടെ 4 കൂട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയോട് 4 കൂട്ടി പറഞ്ഞാൽ മതി. സോ ആൻസർ 27 ആണ്. ഇത്രേ ഉള്ളൂ ഈ കണക്ക് ചെയ്യുന്ന ഷോർട്ട് മെത്തേഡ്. ഒന്നും കൂടെ പറയാം. 7 സംഖ്യകളുണ്ട്. 7ന്റെയും ശരാശരി 23 ആണ്. ഓരോ സംഖ്യയോടും 4 കൂട്ടി എന്നാ പറഞ്ഞേക്കുന്നത്. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ പഴയ ശരാശരിയിൽ വരുത്തിയാൽ മതി. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയോട് 4 കൂട്ടി പറഞ്ഞാൽ മതി. നമ്മുടെ ആൻസർ 27. ഇനി നോട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതായത് സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ, അത് കൂട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, കുറയ്ക്കുന്ന കാര്യത്തിലും ഗുണിക്കുന്ന കാര്യത്തിലും ഹരിക്കുന്ന കാര്യത്തിലും എല്ലാം ഈ മാറ്റം ബാധകമാണ്. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും ഉത്തരം. സൈഡിൽ നോട്ടായിട്ട് എഴുതിക്ക്. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും ഉത്തരം. ഇവിടെ ഓരോ സംഖ്യയോടും 4 കൂട്ടി എന്നല്ലേ. അപ്പൊ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയോട് 4 കൂട്ടി എഴുതിയാൽ മതി. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഓർക്കുക, സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ എവിടെ വരുത്തണം? ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും ഉത്തരം. അപ്പൊ ഈ മോഡൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് അങ്ങനെയാണ്. കൂട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, കുറയ്ക്കുന്നതിലും ഹരിക്കുന്നതിലൊക്കെ ശരിയാവും. ഇനി ഈ കണക്ക് നോർമലി ചെയ്യുന്നത് എങ്ങനെയാ? ഈ കണക്ക് നോർമലി ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. 7 സംഖ്യകളുടെ ശരാശരി അല്ലേ 23 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാമല്ലോ. തുക കാണാൻ 7 × 23 ചെയ്താൽ പോരെ? 7 സംഖ്യകളുടെ ശരാശരി 23 ആണെങ്കിൽ 7 സംഖ്യകളുടെ തുക 7 × 23, അത് 161 കിട്ടും അല്ലെ. 7 സംഖ്യകളുടെ തുക 161. ഓരോ സംഖ്യയോടും 4 കൂട്ടി എന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത് അല്ലെ. 7 സംഖ്യകളിൽ ഓരോന്നിനോടും 4 കൂട്ടിയാൽ 7 × 4 28 അല്ലേ ആകെ കൂടുന്നത്. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ ആകെ കൂടുന്നത് 7 × 4 28. അപ്പൊ പുതിയ 7 സംഖ്യകളുടെ ശരാശരി, പുതിയ 7 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ
പഴയ 7 സംഖ്യകളുടെ തുകയായ 161 എത്ര കൂട്ടണം? 161 28 കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ പുതിയ 7 സംഖ്യകളുടെ തുക 189 കിട്ടും. പുതിയ 7 സംഖ്യകളുടെ തുക 189 ആണെങ്കിൽ ശരാശരി കാണാൻ 189/7 ചെയ്താൽ മതി അല്ലേ? ആൻസർ എത്ര കിട്ടിക്കോളും? 27 കിട്ടിക്കോളും. ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്ന മെത്തേഡ്. എൻ്റെ ചേട്ടാ മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. 7 സംഖ്യകളുടെ ശരാശരിയല്ലേ 23. അപ്പൊ 7 സംഖ്യകളുടെ തുക 7 × 23 161 ആണോ? 7 സംഖ്യകളുടെ തുക 161. ഓരോ സംഖ്യയോടും 4 കൂട്ടിയെന്നല്ലേ? 7 സംഖ്യകളിൽ ഓരോന്നിനോടും 4 കൂട്ടിയാൽ 7 4 28 അല്ലേ ആകെ കൂടുന്നേ. അപ്പൊ പുതിയ 7 സംഖ്യകളുടെ തുക കാണാൻ പഴയ 7 സംഖ്യകളുടെ തുകയായ 161 28 കൂട്ടിയാൽ മതി. 189 കിട്ടും പുതിയ 7 സംഖ്യകളുടെ തുക. പുതിയ 7 സംഖ്യകളുടെ ശരാശരി കാണാൻ 189/7 ചെയ്താൽ മതി. ആൻസർ 27. ഇങ്ങനെയാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്നത്. ഇനി അതിന്റെ ആവശ്യമില്ല. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. നോർത്താൽ മതി. അങ്ങനെയെങ്കിൽ ഇതേ പാറ്റേൺ അടുത്തൊരു ചോദ്യം ദേ പിടിച്ചോ. 9 സംഖ്യകളുടെ ശരാശരി 17 മക്കളെ. 9 സംഖ്യകളുണ്ട്. അതിന്റെ എല്ലാം ശരാശരി എത്രയാണ്? 17. 9 സംഖ്യകളുടെ ശരാശരി 17. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ മക്കളെ ഓരോന്നിനോടും എത്ര കൂട്ടി? ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ പുതിയ സംഖ്യകളുടെ ശരാശരി എത്ര എന്നല്ലേ മക്കളെ? സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമല്ലേ? അങ്ങനെ സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതല്ലേ ഉത്തരം. സോ 17 + 5 22 ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. 11 സംഖ്യകളുടെ ശരാശരി 14. ഓരോ സംഖ്യയിൽ നിന്നും 2 കുറച്ചാൽ പുതിയ ശരാശരി. 11 സംഖ്യകളുണ്ട്. ഇതിന്റെ ശരാശരി ഓൾറെഡി തന്നിട്ടുണ്ട് 14. ഇതിൽ ഓരോ സംഖ്യയിൽ നിന്നും 2 കുറച്ചാൽ പുതിയ സംഖ്യകളുടെ ശരാശരി അല്ലേ ചോദിച്ചേക്കുന്നേ മക്കളെ. ഓരോ സംഖ്യയിൽ നിന്നും 2 കുറച്ചാൽ നമുക്കറിയാം സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമല്ലേ. അങ്ങനെയാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരി വരുത്തിയാൽ മതി. സംഖ്യകളിൽ നിന്നെല്ലാം 2 കുറച്ചാൽ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയിൽ നിന്ന് 2 കുറച്ചാൽ മതി. സോ 14 - 2 12 നമ്മുടെ ഉത്തരം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും, 12. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതാണ് ഉത്തരം. അപ്പം ഓരോ സംഖ്യയോടും 2 കുറച്ചെന്നല്ലേ. അപ്പൊ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയിൽ നിന്ന് 2 കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ദേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. 5 സംഖ്യകളുടെ കണ്ടോ 5 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 16. ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര എന്നല്ലേ? സംഖ്യക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമല്ലേ? എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിച്ചെന്നല്ലേ? പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയെ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ആൻസർ 16 × 2 32 കിട്ടും മക്കളെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 32. സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തിയാൽ മതി എൻ്റെ സേട്ടാ. ഓക്കെ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 മക്കളെ. 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി വയസ്സ് എത്രയായിരിക്കും എന്നാണ്. 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18. 5 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി വയസ്സ് മക്കളെ. 5 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ഓരോ ആളുകളുടെയും വയസ്സ് 5 വീതം കൂടും അല്ലേ. 5 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ഓരോരുത്തരുടെയും വയസ്സ് 5 വീതം കൂടും
അല്ലേ? അതായത് ഓരോ സംഖ്യയോടും 5 കൂട്ടിയതിന് തുല്യം. അപ്പൊ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയോട് 5 കൂട്ടി പറഞ്ഞാൽ പോരെ? അപ്പൊ 5 വർഷം കഴിയുമ്പം ഇവരുടെ ശരാശരി വയസ്സ് എത്രയെന്നറിയാൻ 18നോട് 5 കൂട്ടിയാൽ പോരെ മക്കളെ? ആൻസർ 23 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പൊ 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണോ? 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18. 5 വർഷം കഴിയുമ്പം അവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാ? 5 വർഷം കഴിയുമ്പം ഇതിൽ ഓരോരുത്തരുടെയും വയസ്സ് 5 വീതം കൂടും അല്ലേ? അപ്പൊ ഓരോ സംഖ്യയോടും 5 കൂട്ടുന്നതിന് തുല്യം. അപ്പൊ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയോട് 5 കൂട്ടിയാൽ മതി എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ 18 ആദ്യത്തെ ശരാശരി. ഓരോരുത്തരുടെയും വയസ്സ് 5 കൂടിയാൽ ആ 18നോട് 5 കൂട്ടുന്നതായിരിക്കും പുതിയ ശരാശരി. 23 അവരുടെ പുതിയ ശരാശരി വയസ്സ്. ക്ലിയർ അല്ലേ? 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 18. 5 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി വയസ്സ് കാണാൻ 18നോട് 5 കൂട്ടി പറഞ്ഞാൽ മതി. 23. ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലും ചോദ്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും മുന്നോട്ട്. 4 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് 13. 4 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 13. 4 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് 13. 3 വർഷം കഴിയുമ്പം 3 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര? മക്കളെ, 3 വർഷം മുൻപ് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ? 3 വർഷം മുൻപ് ഇതിൽ ഓരോരുത്തർക്കും 3 വയസ്സ് കുറവായിരിക്കും. ആണോ? 3 വർഷം മുൻപെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോരുത്തർക്കും 3 വയസ്സ് കുറവായിരിക്കും അല്ലേ? അപ്പൊ 3 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണാൻ ഇന്നത്തെ ശരാശരി 3 കുറച്ച് പറഞ്ഞാൽ പോരെ മക്കളെ? എത്ര കിട്ടും ആൻസർ? 10. ആൻസർ ഓപ്ഷൻ സി ആണ് 10 അല്ലെ? 4 പെൺകുട്ടികളുണ്ട്. അവരുടെ ശരാശരി വയസ്സ് ഇപ്പൊ 13. 3 വർഷം മുൻപ് എത്രയായിരുന്നു എന്നല്ലേ? 3 വർഷം മുൻപ് ഇതിൽ ഓരോരുത്തരുടെയും വയസ്സ് 3 കുറവല്ലേ? അതായത് ഓരോ സംഖ്യയോടും 3 കുറയ്ക്കുന്നതിന് തുല്യമല്ലേ അന്നത്തെ വയസ്സുകൾ? അപ്പൊ അന്നത്തെ ശരാശരി കാണാൻ ഇന്നത്തെ ശരാശരിയിൽ നിന്ന് 3 കുറച്ച് പറഞ്ഞാൽ പോരെ? നമ്മുടെ ആൻസർ 13 - 3 എത്രാന്ന് കിട്ടും മക്കളെ? 10 കിട്ടും. അപ്പൊ ഈ ഒരു മോഡൽ ചോദ്യം നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം. 5ാമത്തെ ടൈപ്പ് ചോദ്യം. 4 കഴിഞ്ഞു, 5ാമത്തെ ടൈപ്പ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു കുടുംബത്തിലെ 6 ആളുകളുടെ ശരാശരി വയസ്സ് 21. മക്കളെ, ഒരു കുടുംബത്തിലെ 6 ആളുകളുടെ ശരാശരി വയസ്സ് 21. എത്ര ആളുകൾ? 6 ആളുകൾ ആണോ? 6 ആളുകളുടെ ശരാശരി വയസ്സ് എത്രയാണ്? ശരാശരി വയസ്സ് 21. ഇതിൽ ഇളയ ആളുടെ വയസ്സ് 6 എങ്കിൽ ആ കുട്ടി ജനിച്ച സമയത്തെ, അതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ആ കുട്ടി ജനിച്ച സമയത്തെ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയായിരുന്നു? ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതാണ് ഈ ടൈപ്പ് 5ന്റെ പ്രത്യേകത. ഇളയ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണണം. ഇളയ കുട്ടി ജനിച്ച സമയത്ത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എങ്ങനെയാ? 6 ആളുകളുണ്ടല്ലേ? അവരുടെ ശരാശരി വയസ്സ് ഇപ്പൊ 21. ഇളയ കുട്ടിക്ക് 6 വയസ്സ് പ്രായമുണ്ട്. ആ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണണം. മക്കളെ, ഇളയ കുട്ടിക്ക് 6 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ചത് 6 വർഷം മുൻപാ. ആണോ? ഇളയ കുട്ടിക്ക് 6 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ചത് 6 വർഷം മുൻപാ. അപ്പം ഇളയ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാൻ പറഞ്ഞാൽ 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് എത്ര എന്നാ ചോദ്യം. അപ്പൊ 6 പേരുടെ ശരാശരി വയസ്സ് 21 എങ്കിൽ 6 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര എന്നല്ലേ ചോദ്യം. 6 വർഷം മുൻപ് ഇതിൽ ഓരോരുത്തർക്കും 6 വയസ്സ് കുറവല്ലേ മക്കളെ? 6 വർഷം മുമ്പ് ഇതിൽ ഓരോരുത്തർക്കും 6 വയസ്സ് കുറവല്ലേ മക്കളെ? 6 വർഷം മുമ്പ് ഇതിൽ ഓരോരുത്തർക്കും 6 വയസ്സ് കുറവാ. അപ്പൊ അന്നത്തെ ശരാശരി വയസ്സ് കാണാൻ ഇന്നത്തെ ശരാശരി 6 കുറച്ചങ്ങ് പറഞ്ഞാൽ പോരെ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയാ? 15 എന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. മക്കളെ, ഇളയ കുട്ടിക്ക് 6 വയസ്സുണ്ട്.
ഇളയ കുട്ടി ജനിച്ച സമയം എന്ന് പറഞ്ഞാൽ 6 വർഷം മുൻപ്. ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാൻ പറഞ്ഞാൽ 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണാനാണ് അർത്ഥം. 6 പേർക്ക് ഇപ്പൊ ശരാശരി വയസ്സ് 21 ഉണ്ട്. 6 വർഷം മുമ്പ് അവർക്ക് ശരാശരി വയസ്സ് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. 6 വർഷം മുമ്പ് ഇതിൽ ഓരോരുത്തർക്കും 6 വയസ്സ് കുറവാണ്. അന്നത്തെ ശരാശരി വയസ്സ് കാണാൻ ഇന്നത്തെ ശരാശരി 6 കുറച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആൻസർ എത്രയാ? 15. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ ചെയ്തതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കൺസെപ്റ്റും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് വൈസും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, 6 ആളുകളുടെ, ശ്രദ്ധിച്ചോണേ, അത് നമുക്ക് ആവശ്യമുണ്ട്. 6 ആളുകളുടെ ശരാശരി വയസ്സ് എത്രയാ? 6 ആളുകളുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് 21 അല്ലേ? 6 ആളുകളുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എത്രയാണ്? 21. അപ്പം ഇപ്പോൾ നിങ്ങൾ പറയണേ, ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാ? ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക. ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക കാണാൻ 6 × 21 ചെയ്യണം. അതായത് മക്കളെ 126 കിട്ടും. 6 പേരുടെ ശരാശരി വയസ്സ് 21 ആണെങ്കിൽ 6 പേരുടെ ആകെ വയസ്സ് 6 × 21 126. ശരിയല്ലേ? 6 ആളുകളുടെ ശരാശരി വയസ്സ് 21 ആണെങ്കിൽ 6 ആളുകളുടെ ആകെ വയസ്സ് 6 × 21 126. ശരി, നമുക്ക് വേണ്ടത് ഇളയ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സല്ലേ? ഇളയ കുട്ടി ജനിച്ചത് 6 വർഷം മുൻപല്ലേ? ആണോ? അപ്പൊ 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സല്ലേ വേണ്ടത്? ഇളയ കുട്ടിക്ക് 6 വയസ്സുണ്ട്. ഇളയ കുട്ടി ജനിച്ചത് 6 വർഷം മുമ്പാണ്. ഇളയ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാൻ പറഞ്ഞാൽ 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണാനാണ്. ആണോ? 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണണമെങ്കിൽ ആദ്യം 6 വർഷം മുമ്പത്തെ വയസ്സുകളുടെ തുക കാണണ്ടേ? ഓക്കെ, അപ്പം 6 വർഷം മുൻപ് വയസ്സുകളുടെ തുക എത്രയാ മക്കളെ? 6 വർഷം മുൻപ് ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാ? ഇപ്പോൾ വയസ്സുകളുടെ തുക എത്രയാ? 126. ഇപ്പോൾ വയസ്സുകളുടെ തുക 126. അപ്പൊ 6 വർഷം മുമ്പ് ഇവരുടെ വയസ്സുകളുടെ തുക കാണാൻ ഇപ്പത്തെ വയസ്സുകളുടെ തുകയിൽ നിന്ന് 36 കുറയ്ക്കണം. അതെങ്ങനെയാ 36 കുറയ്ക്കണേ? 6 വർഷം മുൻപ് കുട്ടിയുടെ വയസ്സ് മാത്രമല്ല 6 കുറയുന്നേ, ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വയസ്സ് 6 കുറയും. ശരിയല്ലേ? അപ്പൊ 6 വർഷം മുമ്പത്തെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വയസ്സുകളുടെ തുകയിൽ നിന്ന് 36 കുറയ്ക്കുന്നതാണ് അന്നത്തെ വയസ്സുകളുടെ തുക. അപ്പൊ 126 - 36 90 മക്കളെ അന്നത്തെ വയസ്സുകളുടെ തുക. 6 വർഷം മുൻപ് കുട്ടിയുടെ വയസ്സ് മാത്രമല്ലെന്നേ 6 കുറയുന്നേ, ആ കുടുംബത്തിൽ ഓരോരുത്തരുടെയും വയസ്സ് 6 കുറയും. അപ്പൊ 6 × 6 36 വയസ്സ് ഇന്നത്തേക്കാൾ അന്ന് കുറവാണ്. അപ്പൊ അന്നത്തെ വയസ്സുകളുടെ തുക 90. അപ്പൊ അന്നത്തെ ശരാശരി അല്ലേ കാണണ്ടേ? അന്നത്തെ, അതായത് 6 വർഷം മുമ്പത്തെ അന്നത്തെ ശരാശരി കാണാൻ അന്നത്തെ വയസ്സുകളുടെ തുക 90 / അന്നത്തെ എണ്ണം. ഇളയ കുട്ടി ജനിച്ച സമയത്തെ എണ്ണം. ഇളയ കുട്ടി ജനിച്ചപ്പോൾ എണ്ണം 6. ഇളയ കുട്ടി ജനിച്ച സമയം എന്ന് പറയുമ്പോൾ കുട്ടി ഉണ്ടായിട്ടുണ്ട്, കുട്ടിക്ക് വയസ്സില്ല, പക്ഷെ കുട്ടിയുണ്ട്, എണ്ണമുണ്ട്. ശരിയാണോ? അപ്പം അന്നത്തെ എണ്ണം എടുക്കുമ്പം 5 എന്നല്ല എടുക്കണ്ടേ. ഇളയ കുട്ടി ജനിച്ച സമയം എന്ന് പറയുമ്പോൾ കുട്ടിയുണ്ട്, എണ്ണം നമ്മൾ 6 എടുക്കണ്ടേ. പറഞ്ഞ് മനസ്സിലായോ? ഇളയ കുട്ടി ജനിച്ച സമയം എന്ന് പറയുമ്പം അന്ന് എണ്ണം 6. ജനിച്ച സമയം എന്ന് പറയുമ്പോൾ കുട്ടിയുണ്ട്, വയസ്സില്ല, പക്ഷെ കുട്ടിയുണ്ട്. അപ്പം എണ്ണം 6. 90/6 ആൻസർ 15 എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന നോർമൽ മെത്തേഡ്. 6 ആളുകളുടെ ശരാശരി വയസ്സ് 21. അപ്പൊ 6 ആളുകളുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 126. ഇളയ കുട്ടിക്ക് 6 വയസ്സുണ്ട്, ആ കുട്ടി ജനിച്ചത് 6 വർഷം മുമ്പാണ്. 6 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണാൻ ഇപ്പത്തെ
6 വർഷം മുമ്പത്തെ വയസ്സുകളുടെ തുകേനെ അന്നത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 വർഷം മുമ്പത്തെ വയസ്സുകളുടെ തുക കാണാൻ ഇപ്പത്തെ വയസ്സുകളുടെ തുകയെന്ന് 36 കുറയ്ക്കണം. കാരണം 6 പേരിൽ ഓരോരുത്തർക്കും 6 വയസ്സെന്ന് കുറവാണ്. അപ്പൊ 126 മൈനസ് 36 അന്നത്തെ വയസ്സുകളുടെ തുക 90 ആണ്. അന്നത്തെ വയസ്സുകളുടെ തുക 90 ആണെങ്കിൽ അന്നത്തെ ശരാശരി കാണാൻ അന്നത്തെ വയസ്സുകളുടെ തുക ബൈ അന്നത്തെ എണ്ണം. ഇളയ കുട്ടി ജനിച്ച സമയത്തെ എണ്ണം 6 കുട്ടിയും കൂടെ കൂട്ടി, അപ്പം 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മക്കളെ, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പം ഇതതിൻ്റെ ഷോർട്ട് മെത്തേഡാണ്, ഇതതിൻ്റെ നോർമൽ മെത്തേഡാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വണ്ടി മുന്നോട്ട് പോകട്ടെ. ഒരു കുടുംബത്തിലെ 5 ആളുകളുടെ ശരാശരി വയസ്സ് 24 അതിൽ ഇളയ കുട്ടിയുടെ വയസ്സ് 8 എങ്കിൽ ആ കുട്ടി ജനിച്ച സമയത്തെ, അണ്ടർലൈൻ ചെയ്തോ, ജനിച്ച സമയത്തെ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയായിരുന്നു? മക്കളെ, 5 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 24. ഇളയ കുട്ടിക്ക് 8 വയസ്സ് പ്രായമുണ്ട്, ആ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണണം. നമുക്കറിയാം, ഇളയ കുട്ടിക്ക് 8 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ചത് 8 വർഷം മുമ്പാണ്. അപ്പൊ ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണുക എന്ന് പറഞ്ഞാൽ 8 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണുക എന്നർത്ഥം. അപ്പൊ 5 ആളുകൾക്ക് ഇപ്പോൾ ശരാശരി വയസ്സ് 24 ഉണ്ട്. 8 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാ? 8 വർഷം മുൻപ് ഇതിൽ ഓരോരുത്തർക്കും 8 വയസ്സ് വീതം കുറയും. ശരിയാണോ? അപ്പൊ അന്നത്തെ ശരാശരി വയസ്സ് കാണാൻ ഇന്നത്തെ ശരാശരിന്ന് 8 കുറച്ച് പറഞ്ഞാൽ പോരെ മക്കളെ? 24 മൈനസ് 8, നമ്മുടെ ആൻസർ എത്രയാ? 16 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ക്ലിയർ ആണോ? 5 ആളുകളുടെ ശരാശരി വയസ്സ് 24. 8 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാ? ഇളയ കുട്ടിക്ക് 8 വയസ്സ് പ്രായമുണ്ട്, ആ കുട്ടി ജനിച്ച സമയം 8 വർഷം മുൻപ്. അപ്പൊ ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാന്ന് പറഞ്ഞാൽ 8 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണുക. 8 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ് കാണാൻ ഇപ്പത്തെ ശരാശരി 8 കുറച്ചാൽ മതി. ആൻസർ 16. ചെയ്തത് പക്കയാണോ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവാം. ഒരു കുടുംബത്തിലെ 7 ആളുകളുടെ ശരാശരി വയസ്സ് 33. 7 ആളുകളുടെ ശരാശരി വയസ്സ് 33. ഇതിൽ ഇളയ ആളുടെ വയസ്സ് 9 എങ്കിൽ ആ കുട്ടി ജനിച്ച സമയത്തെ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയായിരുന്നു? ജനിച്ച സമയത്തെ എന്നാ വീണ്ടും ചോദ്യം. 7 ആളുകളുള്ള കുടുംബമാണ് അല്ലെ? ശരാശരി വയസ്സ് ഇപ്പം 33. ഇളയ കുട്ടിക്ക് 9 വയസ്സ് പ്രായമുണ്ട്, ആ കുട്ടി ജനിച്ച സമയത്തെ ശരാശരി വയസ്സ്. ആ കുട്ടി ജനിച്ചത് 9 വർഷം മുമ്പാ അല്ലേ? ആ കുട്ടി ജനിച്ചത് 9 വർഷം മുൻപാ. അപ്പൊ ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാൻ പറഞ്ഞാൽ 9 വർഷം മുൻപത്തെ ശരാശരി വയസ്സ് കാണാനല്ലേ? അപ്പം 7 ആളുകളുടെ ശരാശരി വയസ്സ് 33. 9 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ ഇപ്പത്തെ ശരാശരിന്ന് 9 കുറച്ച് എഴുതുന്നല്ലേ മക്കളെ ഉത്തരം? അപ്പൊ ആൻസർ 24 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഏതാണ്? സി ആണ് അല്ലെ? ഇളയ കുട്ടിക്ക് 9 വയസ്സുണ്ട്, ഇളയ കുട്ടി ജനിച്ചത് 9 വർഷം മുൻപാണ്. ജനിച്ച സമയത്തെ ശരാശരി വയസ്സ് കാണാൻ പറഞ്ഞാൽ 9 വർഷം മുമ്പത്തെ ശരാശരി വയസ്സ്. 9 വർഷം മുമ്പ് ഇതിൽ ഓരോരുത്തർക്കും 9 വയസ്സ് കുറവാണ്. അന്നത്തെ ശരാശരി കാണാൻ ഇന്നത്തെ ശരാശരിന്ന് 9 കുറച്ച് എഴുതിയാൽ മതി. 33 മൈനസ് 9 24 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരിക്കൽ എക്സാമിന് ചെറിയൊരു മാറ്റം വരുത്തി ചോദിച്ചായിരുന്നു. നോക്കിക്കേ, ഒരു കുടുംബത്തിലെ 9 പേരുടെ ശരാശരി വയസ്സ് 24. ഇതിൽ ഇളയ കുട്ടിയുടെ പ്രായം 8 ആയാൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ്, അതാണ് ചോദ്യത്തിലെ വ്യത്യാസം. ജനിക്കുന്നതിന് തൊട്ടു മുൻപ് കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയായിരുന്നു? ജനിച്ച സമയത്തെ അല്ല, ജനിക്കുന്നതിന് തൊട്ടു മുൻപ് കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയായിരുന്നു എന്ന ചോദ്യം.
അപ്പം നമുക്കിത് ആ ഷോർട്ട് മെത്തേഡ് ചെയ്യാൻ പറ്റില്ല, ജനിച്ച സമയമല്ല, ജനിക്കുന്നതിന് തൊട്ട് മുൻപാണ്. അപ്പം നമുക്കത് നോർമലി ചെയ്യാം. 9 പേരുടെ ശരാശരി വയസ്സ് എത്രയാ? 24 ആണോ? അങ്ങനെയാണെങ്കിൽ 9 പേരുടെ ആകെ വയസ്സ് എത്രയാ മക്കളെ? 9 പേരുടെ ആകെ വയസ്സ് കാണാൻ 9 × 24, 9 പേരുടെ ആകെ വയസ്സ് 216 എന്ന് കിട്ടും. 9 പേരുടെ ശരാശരി വയസ്സ്, 9 ആളുകളുണ്ട്, 9 ആളുകൾ, അവരുടെ ശരാശരി വയസ്സ് 24 എന്ന് തന്നിട്ടുണ്ട്. 9 ആളുകളുടെ ശരാശരി വയസ്സ് 24 ആണെങ്കിൽ അവരുടെ ആകെ വയസ്സെന്ന് പറഞ്ഞാൽ 9 × 24 216 ആണ്. ഇളയ കുട്ടിയുടെ പ്രായം 8 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്രയാണല്ലേ മക്കളെ? ഇളയ കുട്ടിക്ക് 8 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ചത് 8 വർഷം മുൻപാണ് അല്ലേ? അപ്പം 8 വർഷം മുൻപ്, 8 വർഷം മുൻപ് ആണോ? 8 വർഷം മുൻപ് ആകെ വയസ്സ് എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം അല്ലേ? 8 വർഷം മുൻപ് ആകെ വയസ്സ് കാണാൻ ഇപ്പത്തെ ആകെ വയസ്സായ 216 നിന്ന്, ഇപ്പത്തെ ആകെ വയസ്സായ 216 നിന്ന് എത്ര കുറയ്ക്കണം മക്കളെ? 9 ആളുകളല്ലേ ഉള്ളത്. ഈ 9 ആളുകളിൽ ഓരോരുത്തരുടെയും വയസ്സ് 8 വീതം കുറയില്ലേ 8 വർഷം മുൻപെന്ന് പറഞ്ഞാൽ? അപ്പൊ 9 8 72 വയസ്സ് 216 നിന്ന് കുറയ്ക്കുന്നതല്ലേ അന്നത്തെ ആകെ വയസ്സ്. അപ്പൊ 216 - 72 അന്നത്തെ ആകെ വയസ്സ്. അതായത് അന്നത്തെ ആകെ വയസ്സ് നമുക്ക് 144 കിട്ടും. എന്നത്തെ? 8 വർഷം മുമ്പത്തെ. ഇനി അന്നത്തെ ശരാശരി വയസ്സല്ലേ കാണണ്ടേ? അന്നത്തെ ശരാശരി വയസ്സ് കാണാൻ അന്നത്തെ ആകെ വയസ്സ് 144 അന്നത്തെ എണ്ണം. എന്നത്തെ എണ്ണമാണ്? ഇളയ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ്. ജനിക്കുന്നതിന് തൊട്ട് മുൻപ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇല്ല. അപ്പൊ എണ്ണം 9 അല്ല എടുക്കണ്ടേ, എണ്ണം 8 എടുക്കണ്ടേ. 144/8 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വെട്ടിച്ചെറുതാക്കുമ്പോൾ ആൻസർ 18 എന്ന് കിട്ടും മക്കളെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 18 ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ചോദ്യത്തിലെ വ്യത്യാസം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കേ. ഇളയ കുട്ടി ജനിച്ച സമയത്തെ അല്ല, ജനിച്ച സമയം എന്നാണെങ്കിൽ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇത് ജനിക്കുന്നതിന് തൊട്ട് മുൻപ് എന്നുണ്ട്. അപ്പൊ എണ്ണം ഒന്ന് കുറവായിട്ട് വേണം എടുക്കാൻ, കാരണം കുട്ടി ഉണ്ടായിട്ടില്ല. അപ്പൊ 9 ആളുകളുണ്ട്, ശരാശരി വയസ്സ് 24. 9 ആളുകളുടെ ശരാശരി വയസ്സ് 24 ആണെങ്കിൽ 9 ആളുകളുടെ ആകെ വയസ്സ് 9 × 24 216 എന്ന് കിട്ടും. ആണോ? 9 ആളുകളുടെ ആകെ വയസ്സ് ഇപ്പൊ 216. ഇനി ഇളയ കുട്ടിക്ക് 8 വയസ്സാണ് പ്രായമെങ്കിൽ കുട്ടി ജനിച്ചത് 8 വർഷം മുൻപാണ്. അപ്പൊ 8 വർഷം മുമ്പത്തെ ആകെ വയസ്സ് കാണണം. ആണോ? ഇപ്പത്തെ ആകെ വയസ്സ് 216. 8 വർഷം മുമ്പത്തെ ആകെ വയസ്സ് കാണാൻ 9 പേരിൽ ഓരോരുത്തർക്കും 8 വയസ്സ് വീതം കുറയും. അപ്പൊ ഇന്നത്തെ വയസ്സിനേക്കാൾ 9 × 8 72 വയസ്സ് അന്ന് കുറവാണ്. അപ്പൊ 216 - 72 144 അന്നത്തെ ആകെ വയസ്സ്. അന്നത്തെ ശരാശരി വയസ്സ് കാണാൻ 144 അന്നത്തെ എണ്ണം. ജനിക്കുന്നതിന് തൊട്ട് മുൻപ് എന്ന് പറഞ്ഞാൽ കുട്ടിയില്ല, എണ്ണമില്ല. അപ്പൊ 9 പേരില്ല, എണ്ണം ഒന്ന് കുറച്ച് 8 എന്നാണ് എടുക്കേണ്ടത്. 144/8 നമ്മുടെ ആൻസർ 18 എന്നാണ് മക്കളെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ചെയ്തത് മനസ്സിലായി, ഈ ടൈപ്പ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി മുന്നോട്ട് തന്നെ പോകട്ടെ. ആറാമത്തെ ടൈപ്പ് ചോദ്യം. ഓക്കെ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 18. ഇതിൽ ആൺകുട്ടികളുടെ ശരാശരി വയസ്സ് 20 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് 15 ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 20 എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഇത് ആവറേജിൽ നിന്ന് പലപ്പോഴായിട്ട് ചോദിച്ച ഒരു നല്ല ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്.
ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 18. അപ്പോൾ ഒരു ക്ലാസ്സിലെ മുഴുവൻ കേസ് എടുത്താൽ കുട്ടികളുടെ എല്ലാം കൂടെ ശരാശരി വയസ്സ് 18. ആൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 20, പെൺകുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 15. അപ്പം 3 ശരാശരികൾ ചോദ്യത്തിലുണ്ട്. ഏതൊക്കെ? ഒന്ന് ക്ലാസ്സിലെ ഓവറോൾ ശരാശരി, അത് 18. ഒന്ന് ആൺകുട്ടികളുടെ മാത്രം ശരാശരി, അത് 20. ഒന്ന് പെൺകുട്ടികളുടെ മാത്രം ശരാശരി, അത് 15. ഇത്ര ഓക്കെ അല്ലേ? ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 20 എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ ടൈപ്പ് 6 ചോദ്യം നമ്മൾ അലിഗേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാ? അലിഗേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. അപ്പൊ എന്താണ് അലിഗേഷൻ എന്ന് പറയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓവറോൾ ആയിട്ട് തരുന്ന ശരാശരി നടുക്ക് എഴുതി വെക്കണം. ക്ലാസ്സിലെ ഓവറോൾ ശരാശരി ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഉണ്ടോ മക്കളെ? ക്ലാസ്സിലെ ഓവറോൾ ശരാശരി 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നടുക്ക് എഴുതി വെച്ചു. ക്ലാസ്സിലെ ഓവറോൾ ശരാശരി 18. പിന്നെ ബോയ്സിന്റെയും ഗേൾസിന്റെയും ശരാശരി സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഞാൻ ബോയ്സിന്റെ ശരാശരി എഴുതുവാണ്, അത് 20. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഗേൾസിന്റെ ശരാശരി എഴുതുവാണ്, അത് 15. കണ്ടോ? അപ്പം 3 ശരാശരികൾ ചോദ്യത്തിലുണ്ടായിരുന്നു. ഒരു ത്രികോണത്തിന്റെ 3 അറ്റങ്ങളിലായി ഞാൻ അത് എഴുതി വെച്ചു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറോൾ ശരാശരി നടുക്ക് വരണം. ബോയ്സും ഗേൾസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പറഞ്ഞും പോയാലും കുഴപ്പമില്ല. ഒരു കാര്യം നിർബന്ധം, ഓവറോൾ ശരാശരി എപ്പോഴും നടുക്കായിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓവറോൾ ശരാശരി നടുക്ക്. 2 തരക്കാരെ കുറിച്ച് പറയും, അവരെ 2 അറ്റത്തായിട്ട് എഴുതുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വന്നാലും ഒരു കുഴപ്പമില്ല. ശരി, ഇനി ചെയ്യേണ്ടത് മക്കളെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി വെക്കണം. 20ഉം 18ഉം നമ്മൾ ഡിഫറൻസ് 2, അത് ഇങ്ങോട്ട് എഴുതി. ഇനി അടുത്തത്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതണം. 18ഉം 15ഉം നമ്മൾ ഡിഫറൻസ് 3, അത് ഇങ്ങോട്ട് എഴുതി. റെഡി? അപ്പൊ ഈ ഡിഫറൻസ് ഇങ്ങോട്ടാണേ, ഇങ്ങോട്ട് കണ്ടോ? ഈ വണ്ടി പോകേണ്ടത് ഇങ്ങോട്ടാ. ശരി, ഇതിന്റെ റേഷ്യോ എടുക്കണം മക്കളെ. ഇതിന്റെ റേഷ്യോ 3:2 എന്ന് കിട്ടും അല്ലേ? നിങ്ങൾ നോക്കിയേ, ബോയ്സിന്റെ താഴെ കിടക്കുന്നത് 3 എന്ന റേഷ്യോയും ഗേൾസിന്റെ താഴെ കിടക്കുന്നത് 2 എന്ന റേഷ്യോയുമാണ്. അതിന്റെ അർത്ഥം ക്ലാസ്സിലെ ബോയ്സും ഗേൾസും 3:2 എന്ന റേഷ്യോയിൽ ആണ് എന്നതാണ്. ബോയ്സിന്റെ താഴെ കിടക്കുന്ന ബോയ്സിന്റെ റേഷ്യോ, ഗേൾസിന്റെ താഴെ കിടക്കുന്ന ഗേൾസിന്റെ റേഷ്യോ. ക്ലാസ്സിൽ ബോയ്സും ഗേൾസും ഏത് റേഷ്യോയിലാണ്? 3:2 എന്ന റേഷ്യോയിലാണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് അലിഗേഷൻ മെത്തേഡ്. ഓക്കെ ആണോ മക്കളെ? ഒന്നുകൂടെ പറയട്ടെ. ക്ലാസ്സിലെ ഓവറോൾ ശരാശരി 18 പറഞ്ഞിട്ടുണ്ട്. അത് നടുക്ക്, എപ്പോഴും ഓവറോൾ ശരാശരി നടുക്ക് വന്നിരിക്കണം. ഇനി ബോയ്സിന്റെ ഞാൻ ഒരു സൈഡിൽ എഴുതി വെച്ചു, ഗേൾസിന്റെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതി വെച്ചു. കേൾക്കാനുണ്ടോ? ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി എപ്പോഴും ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതുക, ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതുക. ബോയ്സിന്റെ താഴെ വരുന്നതായിരിക്കും എപ്പോഴും ബോയ്സിന്റെ റേഷ്യോ, ഗേൾസിന്റെ താഴെ വരുന്നതായിരിക്കും ഗേൾസിന്റെ റേഷ്യോ. അപ്പൊ ക്ലാസ്സിൽ ബോയ്സും ഗേൾസും 3:2 എന്ന റേഷ്യോയിലാണ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം 20 2 എന്ന റേഷ്യോയിലാണ് പെൺകുട്ടികൾ ഉള്ളത്. ആ 2 എന്ന റേഷ്യോ 20 എണ്ണത്തിന് തുല്യമാണ്. 2 എന്ന റേഷ്യോയിലാണ് പെൺകുട്ടികൾ ഉള്ളത്. പെൺകുട്ടികൾ 20 എന്ന് പറഞ്ഞാൽ 2 എന്ന റേഷ്യോ 20 ആണെന്നല്ലേ? 2 എന്ന റേഷ്യോ 20 ആണെങ്കിൽ 1 എന്ന റേഷ്യോ 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 എന്ന റേഷ്യോ 30 തുല്യമല്ലേ? അപ്പൊ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 30 എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ മേലെ. പെൺകുട്ടികൾ 2 എന്ന റേഷ്യോയിലാണ് ആണല്ലോ. പെൺകുട്ടികൾ 20 എണ്ണമാണ്. അപ്പൊ 2 എന്ന റേഷ്യോ 20 തുല്യമാണെങ്കിൽ 1 എന്ന റേഷ്യോ 10 തുല്യമാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ 1 എന്ന റേഷ്യോ 10 തുല്യമാണെങ്കിൽ 3 എന്ന റേഷ്യോ 30 തുല്യമാണ്. അപ്പൊ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം 30 എന്ന് കിട്ടും. ഇതാണ് അലിഗേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് വെച്ച് ഈ കണക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം.
അങ്ങനെയെങ്കിൽ വണ്ടി വീണ്ടും മുന്നോട്ട്. ഇതേ മോഡൽ അടുത്തൊരു ചോദ്യം. ഒരു ക്ലാസ്സിൽ ആകെ 120 കുട്ടികളുണ്ട്. ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്രയാ? 120. കണക്കിന്റെ ശരാശരി മാർക്ക് അവർക്ക് 35 ഒരു ക്ലാസ്സിൽ ആകെ 120 കുട്ടികളുണ്ട്. അവർക്ക് കണക്കിന്റെ ശരാശരി മാർക്ക് 35. വിജയിച്ച കുട്ടികളുടെ ശരാശരി മാർക്ക് 39 പരാജയപ്പെട്ടവരുടെ ശരാശരി മാർക്ക് 15 ആണ്. എങ്കിൽ ക്ലാസ്സിലെ വിജയിച്ച കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ ഒരു ക്ലാസ്സിൽ 120 കുട്ടികളുണ്ടാകെ, അവരുടെ ശരാശരി മാർക്ക് 35. വിജയിച്ച കുട്ടികളുടെ ശരാശരി മാർക്ക് 39 പരാജയപ്പെട്ടവരുടെ ശരാശരി മാർക്ക് 15 ആണ്. ക്ലാസ്സിൽ വിജയിച്ച കുട്ടികളുടെ എണ്ണം കാണണം. മക്കളെ, ഓവറോൾ ശരാശരി എത്രയാ? ആകെ 120 പേരുണ്ട്. എണ്ണം അവിടെ നിൽക്കട്ടെ. കണക്കിന്റെ ശരാശരി മാർക്ക് 35 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ ശരാശരി. അത് നടുക്ക് എഴുതണം. അപ്പൊ ഓവറോൾ ശരാശരി 35 അല്ലേ? കാരണം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കിന്റെ ശരാശരി 35 പറഞ്ഞിട്ടുണ്ടെന്നേ. ഓവറോൾ ശരാശരി നടുക്ക് എഴുതി. ഇനി വിജയിച്ചവരുടെ ശരാശരി മാർക്ക് 39. അപ്പൊ വിജയിച്ചവരുടെ ശരാശരി മാർക്ക് ഒരു സൈഡിൽ എഴുതാം. 39 വിജയിച്ചവരുടെ ശരാശരി മാർക്ക്. കേൾക്കുന്നുണ്ടോ? അടുത്തത് പരാജയപ്പെട്ടവരുടെ ശരാശരി മാർക്ക് തന്നിട്ടുണ്ട്. അത് 15. കണ്ടോ? ചോദ്യത്തിൽ 3 ശരാശരികളുണ്ട്. ഒന്ന് ക്ലാസ്സിലെ ഓവറോൾ ശരാശരി 35, മറ്റൊന്ന് വിജയിച്ച കുട്ടികളുടെ ശരാശരി 39, വേറൊന്ന് പരാജയപ്പെട്ടവരുടെ ശരാശരി 15. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതണം. 4 ആണോ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതണം. 20 അല്ലേ മക്കളെ? ഇതിന്റെ റേഷ്യോ എടുക്കണം. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പം 20:4 4 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 5:1 കിട്ടും. ആണോ? അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിജയിച്ചവരും പരാജയപ്പെട്ടവരും 5:1 എന്ന റേഷ്യോയിലാണ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഏത് റേഷ്യോയിലാണ്? 5:1 എന്ന റേഷ്യോയിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി 5/6 ആളുകൾ വിജയിച്ചവരാണ്. ആണോ? നിങ്ങൾ നോക്കിയേ, 5 1 6 ഉണ്ടാകെ. 5/6 ആളുകൾ വിജയിച്ചവരാണ് അല്ലേ? അപ്പം വിജയിച്ചവരുടെ എണ്ണം കാണാൻ ആകെയുള്ള 120ന്റെ 5/6 എത്ര എന്ന് നോക്കിയാൽ മതി. ആകെയുള്ള 120ന്റെ 5/6 എത്ര എന്ന് നോക്കിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഇതും കൂടെ വെട്ടിക്കളഞ്ഞു. 20 20 × 5 100 പേരാണ് അതിൽ വിജയിച്ചത്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഏത് റേഷ്യോയിലാണ്? 5:1 എന്ന റേഷ്യോയിലാണ് വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഉള്ളത് അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ആകെ 6 ഉണ്ട്. 5/6 പേര് വിജയിച്ചവരാണ്. അപ്പൊ 120 പേരുള്ളതിൽ 5/6 പേര് ജയിച്ചെങ്കിൽ 120ന്റെ 5 എത്ര എന്ന് കണ്ടുപിടിച്ചു മക്കളെ. ആൻസർ 100 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 100 100 100. കണ്ടോ? ചെയ്തത് പക്കയല്ലേ? അങ്ങനെയാണെങ്കിൽ വണ്ടി മുന്നോട്ട് പോവട്ടെ. ഒരു ക്ലാസ്സിലെ 80 കുട്ടികളുടെ ശരാശരി തൂക്കം. അപ്പൊ ആകെ എണ്ണം ഉണ്ട് 80 കുട്ടികളുടെ ശരാശരി തൂക്കം 56 കിലോഗ്രാം ആണ്. ആൺകുട്ടികളുടെ ശരാശരി തൂക്കം 60 കിലോഗ്രാം ആണ്. പെൺകുട്ടികളുടെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ശരി, നിങ്ങൾ നോക്കിക്കേ. ഓവറോൾ തൂക്കം, ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി തൂക്കം 56 പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഓവറോൾ തൂക്കം 56. അപ്പൊ നമ്മൾ നടുക്ക് 56 എഴുതി. ആണോ? ഇനി ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്, ശരിയല്ലേ? ആൺകുട്ടികളുടെ ശരാശരി തൂക്കം 60ഉം പെൺകുട്ടികളുടെ ശരാശരി തൂക്കം 50ഉമാണ്. ആൺകുട്ടികളുടെ ശരാശരി തൂക്കം 60ഉം
പെൺകുട്ടികളുടെ ശരാശരി തൂക്കം 50 അല്ലേ? അപ്പം ആകെ 56 ശരാശരി തൂക്കം. ആൺകുട്ടികളുടേത് 60, പെൺകുട്ടികളുടേത് 50. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതണം. എത്രയാ? 4. ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതണം. എത്രയാ? 6. ഇതിന്റെ റേഷ്യോ എടുക്കണം. ആണോ? ഇത് ഒന്ന് ചെറുതാക്കുമ്പം 3:2 എന്നെടുക്കാം. 6:4, 3:2 എന്നാക്കാം. അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ബോയ്സും ഗേൾസും ഏത് റേഷ്യോയിലാ മക്കളെ? 3:2 എന്ന റേഷ്യോയിലാണ് ബോയ്സും ഗേൾസും ഉള്ളത്. ചോദ്യം ആൺകുട്ടികളുടെ എണ്ണമാണ്. അപ്പൊ 3ഉം 2ഉം 5ൽ 3 ഭാഗം ആൺകുട്ടികളാണ്. 5ൽ 3 ഭാഗം ആരാണ്? ആൺകുട്ടികൾ. അപ്പൊ ആകെയുള്ള 80ന്റെ 5ൽ 3 ഭാഗം എത്ര എന്ന് നോക്കുന്നതായിരിക്കും നമ്മുടെ ആൻസർ. 80ന്റെ 5ൽ 3 ഭാഗം എത്ര എന്നറിയാൻ 5ഉം 80ഉം വെട്ടിക്കളഞ്ഞു. 16 × 3 48 അപ്പൊ 48 പേര് ആൺകുട്ടികളാണ്. അപ്പൊ ഇതാണ് അലിഗേഷന്റെ ചോദ്യങ്ങൾ. അലിഗേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കണക്കുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ചേട്ടാ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിന്റെ ബാക്കി കണക്കുകൾ ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ ഒത്തിരി ലെങ്തി ആക്കിയാൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ ഒരു ബുദ്ധിമുട്ടാകും. അപ്പൊ ഈ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ പാർട്ടിൽ ബാക്കി കാണാം. അപ്പൊ ശരി, ടാറ്റ.